വെറൈറ്റി ഐറ്റംസ് ആണല്ലോ. ആ അടിപൊളി. അതിന് എത്ര രൂപയാണോ? ഇതിന് 100 രൂപയുള്ളൂ. ഇതിന് 150. ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ക്രിസ്മസ് വരികയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അതാ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അബ്ബർ വരച്ച ചെറിയൊരു ഡ്രോയിങ് എൻ്റെ ഒപ്പം ഉണ്ട്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നമ്മൾ നേരെ പോകുന്നത് ബ്രോഡ്വേയിലുള്ള മാത്തർ ബസാറിലേക്കാണ്. ക്രിസ്മസ് സീസണിൽ അടിപൊളിയാണ് സംഭവം. നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. കാർ എടുക്കാൻ പറ്റില്ല. കാർ കൊണ്ടുപോയാലും അവിടെ പാർക്ക് ചെയ്യൽ ഇച്ചിരി ചടങ്ങായിരിക്കും. അതുകൊണ്ട് നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. ബൈക്കൊക്കെ താഴെ സെറ്റാണ്. അപ്പോൾ 3 പേരും ത്രിബിൾ അടിച്ച് അങ്ങോട്ട് പോവുകയാണ്. ശേഷം ഇനി അവിടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അവിടേക്ക് എത്തുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണാം. ഓക്കെ, പോയിട്ട് നേരത്തെ തന്നെ തിരിച്ചു വരണം. കാരണം നാളെ അബ്രുവിന് ക്ലാസ് ഉള്ളതാണ്. അപ്പോൾ നേരത്തെ കിടന്ന് ഉറങ്ങാനുള്ളതാണ്. അതുകൊണ്ട് വേഗം തന്നെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ട് ഓടി തിരിച്ചു വരും. ഗൈസ്, നമ്മൾ ബൈക്കിലാണ് പോകുന്നത് കേട്ടോ. അബ്രുവും ഗ്ലോറി ഉണ്ട് നമ്മുടെ ഒപ്പം. ഹെൽമെറ്റ് ഇട്ടിട്ട് അടിപൊളിയായിട്ടാണ് നമ്മൾ പോണത്. നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറാണേ. നിങ്ങളിതുവരെ കാണിച്ചിട്ടില്ല. ഇതൊരു 1000 കിലോമീറ്റർ ആകുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അബ്രുവിനെ മാസ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പൊടിയായിരിക്കും. ഓക്കെ, എന്നാൽ പോയാലോ? ശരിയാ, സൂപ്പർ ഒബ്സർവേഷൻ അബ്രു. മാത്തർ മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണേ. തിരക്ക് എന്ന് പറഞ്ഞാൽ ഭൂലോക തിരക്ക് ഉണ്ടോ? തിരക്ക് കണ്ടോ? മാത്തർ ബസാറിൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ഇവിടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇവരുടെ ചീത്തയൊക്കെ കേട്ടു വണ്ടി പാർക്ക് ചെയ്തതിന്. നമ്മൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. മാറിയുന്നേ ബൈക്കിൻ്റെ ഇടയിലേക്ക് കയറിയിട്ട് എൻ്റെ കാലിക്കൂടെ ഇപ്പോൾ വണ്ടീൻ്റെ ടയർ കയറി. അയ്യോ, നമ്മളിപ്പോൾ ഈ പോകുന്നത് എറണാകുളം മാർക്കറ്റിൽ കൂടെയാണ് കേട്ടോ. പ്രോപ്പർ എറണാകുളം മാർക്കറ്റാണ്. ഈ വരുന്ന 14-ാം തീയതി എറണാകുളം മാർക്കറ്റിൻ്റെ വലിയ സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ മാർക്കറ്റിലുള്ള എല്ലാ ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ആ ഒരു ബിൽഡിങ്ങിലേക്ക് പോകും. 72 കോടി രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സംഭവം പണിതിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് നമ്മൾ മാർക്കറ്റ് റൂട്ടിലാണ്. മാത്തർ ബസാറിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്ത് ബ്രോഡ്വേയിലെത്തും. മാർക്കറ്റിൻ്റെയും ബ്രോഡ്വേൻ്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പാണ് ശരിക്കും പറഞ്ഞാൽ മാത്തർ ബസാർ. മേത്തർ ബസാർ. ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മാത്തർ ബസാർ എന്നായിരുന്നു. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് മേത്തർ ബസാർ. അവിടുത്തെ ബോർഡിലേക്ക് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവിടെ മേത്തർ ബ്രദേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. അതിൻ്റെ പുറകിലുള്ള ചരിത്രം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ അടുത്ത് തന്നെ നോക്കിയപ്പോൾ മേത്തർ ആൻഡ് മേത്തർ എന്ന് പറഞ്ഞൊരു ഷോപ്പൊക്കെ കണ്ടു. അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം ഈ ഒരു ബസാറിന് തുടക്കം കുറിച്ചതോ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ നമ്മൾ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഇന്നത്തെ ക്രിസ്മസ് ഷോപ്പിങ്ങിലേക്കാണ് പോകുന്നത്. ക്രിസ്മസ് ഷോപ്പിങ്ങിൻ്റെ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടും. ഞാൻ കൊച്ചിയിൽ വന്നിട്ട് 10 വർഷത്തോളമായി. ആദ്യമായിട്ടാണ് ഞാൻ മേത്തർ ബസാറിൽ വരുന്നത്. ബ്രോഡ്വേയിലൊക്കെ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു മേത്തർ ബസാറിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ആദ്യമായിട്ടാണ്. ഒരു അത്ഭുത ലോകത്തിലേക്ക് കയറുന്ന പ്രതീതിയാണ് എനിക്ക് കിട്ടിയത്. ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്രിസ്മസിൻ്റെ മായിക ലോകം. വിദേശ രാജ്യങ്ങളിലെ സ്ട്രീറ്റുകളിലൂടെ നടക്കുന്ന പോലെ ഫുള്ള് കളർഫുൾ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്. തിരക്കില്ലാത്ത ദിവസമായിരിക്കും ഇട ദിവസം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത്. പക്ഷേ നിന്ന് തിരിയാനുള്ള സ്ഥലം പോലും നമുക്കവിടെ ഉണ്ടായിരുന്നില്ല. നല്ല തിരക്കായിരുന്നു. അബ്രൂനെയും കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ ഞങ്ങൾ ഇച്ചിരി കഷ്ടപ്പെട്ടു.
ഓൾറെഡി നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീയും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് അധികമൊന്നും വാങ്ങേണ്ടി വന്നില്ല. എനിക്ക് തോന്നുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഒരു സീസണിൽ മേത്തർ ബസാർ വിസിറ്റ് ചെയ്യുന്നുണ്ടാവാം. കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവാം. കേരളത്തിലെ തന്നെ ഏറ്റവും ബിസിനസ്സുള്ള ഏരിയകളിലൊന്നാണല്ലോ ബ്രോഡ്വേ. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. 100ഓളം വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള ഷോപ്പുകൾ നമ്മുടെ ഈ ബ്രോഡ്വേയിലുണ്ട്. മേത്തർ ബസാറിലും ചിലപ്പോൾ അതുണ്ടാവാം. ഒരു രക്ഷയില്ലാത്ത തിരക്കും കച്ചവടവും. എല്ലാ കൊല്ലം എന്തെങ്കിലുമൊക്കെ പുതിയ ഐറ്റംസ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ടാവും അല്ലേ. പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനും ഡെക്കറേഷൻസിൽ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് കൊണ്ടുവരാനും ഓരോരുത്തർ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണത്. എന്തായാലും ഇത്തവണത്തെ മേത്തർ ബസാർ അടിപൊളിയായിട്ടുണ്ട്. സ്റ്റാറുകളുടെയും ലൈറ്റുകളുടെയൊക്കെ ഒരു പൂരം തന്നെ. കുഞ്ഞ് പാപ്പാനി അതിൻ്റെ ഉള്ളിൽ. ഒരു കാലത്ത് നമ്മുടെയൊക്കെ 90s കിഡ്സിൻ്റെ ചെറുപ്പകാലത്ത് ആക്റ്റീവായിരുന്ന ഗ്രീറ്റിംഗ് കാർഡ് ഇപ്പോൾ അത് ആരെങ്കിലും അയക്കുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഇവിടെ അപ്പൂപ്പന്മാർ മാത്രമേ ഉള്ളൂ അല്ലേ. എനിക്ക് അപ്പൂപ്പന്മാരുടെ ഒരു ലോകം. തിരക്കെങ്ങനെയുണ്ട്? ഇതേ ഇരിക്കുന്നു നമ്മൾ. അപ്പോൾ പർച്ചേസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളൊരു പരിപാടിയിലാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഒരു ചിന്തയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഫോർഡബിളാണ്. നമ്മൾ ഓരോന്നിൻ്റെയും വില ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു വിലയെക്കാട്ടും കുറവായിരിക്കും ഇവിടുന്ന് ഇവർ പറയുന്ന വില. അപ്പോൾ നമുക്കൊരു ഹാപ്പി ഫീലാണ്. എനിക്ക് തോന്നുന്നത് അതെ, ഇവർക്ക് ഇത്രമാത്രം ബൾക്ക് സെയിൽ നടക്കുന്നതുകൊണ്ടായിരിക്കാം അവർക്ക് ഇങ്ങനെ വില കുറച്ച് വിൽക്കാൻ പറ്റുന്നത്. നമ്മുടെ നോർമൽ ബിസിനസ്സുകാരെ ഞാൻ പറഞ്ഞതല്ല, കാരണം ഇവർക്ക് അത്രമാത്രം ബൾക്ക് സെയിൽ പോകുന്നുണ്ടാവും. ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടുകയാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും എറണാകുളം ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മേത്തർ ബസാർ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്രിസ്മസ് സീസണിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. പരമാവധി മാസ്ക് കിട്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് നമ്മൾ കയറുന്നത്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പൊടീൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ മേത്തർ ബസാറിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ബസാറാണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സജഷൻസ് തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.